ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. പുറത്ത് നല്ല മഴ കേട്ടോ, എവിടേക്കും പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോസ് കുറച്ച് ലാഗ് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും വീഡിയോസ് അപ്ഡേഷൻ നൽകുന്നുണ്ട്. അപ്പം ഈ ഇടയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്ത് 2025 ജൂലൈ നമ്മളെ മാതൃഭൂമി.com വന്ന ദേശീയപാതയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഞാൻ ഇതിൽ വായിക്കടയത്. അപ്പോൾ ഈ ദേശീയപാത 66 വികസനം നമ്മളെ കേരളത്തിൽ നടക്കുന്നുണ്ടല്ലോ, ഭയങ്കരമായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. നമ്മുടെ പ്രതീക്ഷകളൊക്കെ വീണ്ടും മങ്ങുന്ന രീതിയിലൊരു വാർത്തയാണ്. അപ്പോൾ ഇതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ ദേശീയപാത 66 രൂപകൽപ്പനയിൽ ചിലയിടങ്ങളിൽ മാറ്റം വേണ്ടി വരുമെന്ന് ദേശീയപാത അതോറിറ്റി നിയോഗിച്ച 4 അംഗ സമിതി നിഗമനത്തിലെത്തിയതായി അറിയുന്നു എന്നാണ്. പക്ഷേ കഴിഞ്ഞാൽ ഇതുവരെ പണിത് ദേശീയപാത 66 സ്റ്റൈലൊക്കെ മാറ്റേണ്ടി വരുന്നത്. എന്താ നമ്മൾ പറയുന്നതിനെ കുറിച്ചിട്ട്? പണി പൂർത്തിയായ ചില ഭാഗങ്ങളിൽ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടി വരും. പഠന സമിതി റിപ്പോർട്ട് ഈ മാസം സമർപ്പിച്ചേക്കും. മലബാറിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് കണ്ടെത്തൽ. കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെയുള്ള ഭാഗത്തെ ചതുപ്പുകളും കുന്നുകളും അടങ്ങുന്ന ഭൂപ്രകൃതിയിലെ സുരക്ഷാ കവച നിർമ്മാണം ഗൗരവത്തിലെടുക്കാത്തതിന്റെ പോരായ്മകൾ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ സോയിൽ നെയിലിംഗ് ഒക്കെ പല സ്ഥലത്തും പാളിയെന്നർത്ഥം. കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ട ചെറുവത്തൂർ വീരമലക്കുന്ന്, ഈ വീരമലക്കുന്നിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോസിലും പറഞ്ഞതാട്ടോ. അതുപോലെ തന്നെ ബേവിഞ്ച ചട്ടഞ്ചാല് ഭാഗത്തൊക്കെ സോയിൽ നെയിലിംഗ് ചെയ്ത ഭാഗത്ത് മണ്ണിടിഞ്ഞ ചെർക്കള നീലേശ്വരം സെക്ഷനിലെ ചെർക്കള മണ്ണിടിഞ്ഞ് തൊഴിലാളി മരിച്ച ചെറുവത്തൂർ മട്ടലായി, പലതവണ മണ്ണിടിഞ്ഞ തളിപ്പറമ്പ് കുപ്പം ഉൾപ്പെടെ ഇതിന്റെ സൂചനകളാണ്. രാമനാട്ടുകര വളാഞ്ചേരി റീച്ചിലെ കൂരിയാട് ദേശീയപാത തകർന്ന ശേഷമാണ് പഠന സമിതി രൂപവൽക്കരിച്ചത്. സംഘം വിവിധ റീച്ചുകൾ സന്ദർശിച്ച് വിലയിരുത്തി. ഈ കൂരിയാട് ഭാഗത്ത് പ്രശ്നം നടത്തുന്ന നാട്ടുകാർ കുറെ പറഞ്ഞാണ്. കാരണം മണ്ണ് സ്ട്രോങ് അല്ല, അവിടെ വെള്ളം കയറുന്ന പ്രദേശമാണെന്നൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ട് അണ്ടർപാസിന്റെ അപ്രോച്ചോട് നിർമ്മിച്ചത്. അപ്പോൾ പൊളിഞ്ഞാടി പ്രദേശം പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇനി പൂർത്തിയായ റീച്ചുകൾ തുറക്കാൻ വൈകുന്നതിന്റെ കാരണം, പണി പൂർത്തിയായെങ്കിലും ദേശീയപാതയിലെ 3 റീച്ചുകൾ തുറക്കാൻ ഒരുങ്ങുന്ന ഇനിയും വൈകും. പ്രതീക്ഷ മങ്ങിയിലപ്പം ഈ മാസം 15 തുറക്കുമെന്ന് കരാർ ഏജൻസികൾ അറിയിപ്പ് ലഭിച്ചിരുന്നു. എന്നാൽ ഇതിനിടയിലാണ് മലബാറിലെ മറ്റു റീച്ച് നിർമ്മാണ തകരാറുകൾ ഉണ്ടായത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ULCC പ്രവൃത്തി ചെയ്ത തലപ്പാടി ചെങ്കള 39 റീച്ച്, KMC കൺസ്ട്രക്ഷന്റെ മേൽനോട്ടത്തിലുള്ള വെങ്ങളം രാമനാട്ടുകര റീച്ച്, കോഴിക്കോട് ബൈപ്പാസ് 28.4 കിലോമീറ്റർ വരുന്നത്, KNRCL കൺസ്ട്രക്ഷന്റെ വളാഞ്ചേരി കാപ്പിരിക്കാട് 37.35 കിലോമീറ്റർ എന്നിവയാണ് തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചത്. ഇവിടുത്തെ പണികളൊക്കെ പൂർത്തിയായിട്ട് തുറന്നു കൊടുക്കാനിരിക്കണം. അപ്പോൾ ഇനിയും ഇതിനെക്കുറിച്ച് ഒരു പഠനം നടത്തേണ്ടി വരും എന്ന് പറഞ്ഞു. കാരണം നമ്മുടെ കേരളത്തിലെ ഭൂപ്രകൃതി എങ്ങനെയാണ്, മഴയുണ്ട്, നല്ല ഇഷ്ടംപോലെ കുന്നുകളൊക്കെയാണ്, മണ്ണിടിച്ചിട്ട് റോഡ് വീതി കൂട്ടി വന്നിരുന്നത്. അപ്പോൾ ഇതിനനുബന്ധിച്ച കുറേ പ്രവർത്തനങ്ങൾ പാളിച്ചകളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്നും കൂടി നമ്മൾ ഈ ദേശീയപാത അതോറിറ്റിന്റെ ആളുകൾ വന്ന് പഠനം നടത്തിയിട്ട് തുറക്കാൻ പോകുന്ന പറഞ്ഞു. അപ്പോൾ ഇനി നമ്മളെ യാത്രകൾ വൈകുന്നതാണ്. അപ്പോൾ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, ഈ കൊല്ലം അടുത്ത കൊല്ലം തുറക്കുന്നുള്ളൂ. കാരണം അങ്ങനത്തെ പണിയാണ് ഇനി നടക്കാൻ പോകുന്നത്. രണ്ടാമതും പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആദ്യം മുതൽ പഠിച്ചു തരണ്ടേ. അപ്പോൾ ഇതാണ് നമ്മുടെ മാതൃഭൂമി.com കണ്ടൊരു വാർത്ത. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നത് നിങ്ങളെല്ലാവരോടും ബൈ.